ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പൊങ്കാലയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ചേട്ടനൊക്കെ പോകണോണ്ട് തന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തേങ്ങയൊക്കെ ചിരകി വെക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ രാവിലെ 7:30ക്കാണ് പൊങ്കാല. എന്നാലും വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി നേരത്തെ പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അവർക്കും കൂടെയൊക്കെ അടുപ്പൊക്കെ കൂട്ടിയിടാമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അപ്പോൾ രാവിലെ ആയപ്പോൾ അവരൊക്കെ വന്നു. പിന്നെ ആളുകളൊക്കെ കുറേ സമയമൊക്കെ എത്തി തുടങ്ങി കേട്ടോ. അവന് കറക്റ്റ് സമയത്ത് തന്നെ പൊങ്കാലയൊക്കെ ആയി നീതിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് വെയിലായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം തണലത്തോട്ടൊക്കെ മാറിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പൊങ്കാലയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. ഞാനും അപ്പൂട്ടനും കിച്ചൂട്ടനും കൂടെ അമ്പലത്തിലോട്ട് പോയി കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതു. പിള്ളേരെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കാണിച്ചു. അപ്പം അങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ കയറി തൊഴുതു കേട്ടോ. അങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരൻ അമ്മ ഉടുപ്പിടാതെ നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കിച്ചൂട്ടൻ ചൂണ്ടിക്കാണിച്ച്. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ അമ്മ ഒന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരനല്ലായിരുന്നു കേട്ടോ അത്. അപ്പോൾ എൻ്റെ കിച്ചൂട്ടൻ ചമ്മി തിരിച്ചു വന്നു. അങ്ങനെ പിള്ളേരുടെ കൂടെയൊക്കെ കളിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം ഞാൻ പിടിച്ച് വലിച്ച് പോകാൻ മോനെ വീട്ടിൽ പോകാം സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.